ഏതു ജീവിയാകും ഇനി ആക്രമിക്കുകയെന്ന ഭീതിയിലാണ് സംസ്ഥാനത്ത് വനമേഖലകളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിതം. ആകെ വിസ്തൃതിയുടെ 36.48% വനമേഖലയായ വയനാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 41 പേർ. കടുവ ആക്രമിച്ച് ജീവൻ നഷ്ടമായത് 7 പേർക്ക്. 36 വർഷത്തിനുള്ളിൽ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചത് 118 പേർ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മരിച്ചത് 8 പേർ. വയനാട്ടിലെ മിക്ക പ്രദേശങ്ങളിലും വന്യമൃഗശല്യം പതിവാണ്. പുൽപ്പള്ളി, മേപ്പാടി, തിരുനെല്ലി, മാനന്തവാടി ഭാഗങ്ങളിൽ കാട്ടാനയാണ് പ്രധാന പ്രശ്നമെങ്കിൽ മുള്ളൻകൊല്ലി, ബത്തേരി ഭാഗങ്ങളിൽ കടുവയാണ് ഭീഷണി. കർണാടക അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങളിൽ കാട്ടാനയും കടുവയും പുലിയും മറ്റ് വന്യമൃഗങ്ങളുമെല്ലാം ഇറങ്ങും. കൽപ്പറ്റ, മാനന്തവാടി ടൗൺ ഭാഗങ്ങളിൽ പോലും കാട്ടാനയും കാട്ടുപോത്തും നിരന്തരമെത്തി ഭീതി വിതയ്ക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് കാരണം മനുഷ്യജീവനും കൃഷിയിടങ്ങളും മുമ്പില്ലാത്ത വിധം ഭീഷണി നേരിടുകയാണ്. പരിഹാരമാർഗങ്ങളായി ഇതുവരെ മുന്നോട്ട് വെച്ചവയൊന്നും ഫലപ്രാപ്തിയിലെത്താതെ പോയ സാഹചര്യമാണുള്ളത്. വനാതിർത്തിയിലെ മനുഷ്യരിൽ പലരും എന്തു ചെയ്യണമെന്നറിയാതെ വാസസ്ഥലവും കൃഷിയിടവും വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണ്. വന്യജീവികളുടെ പെരുപ്പത്തെ നിയന്ത്രിക്കുകയല്ലാതെ പരിഹാരമാർഗമില്ലെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മനുഷ്യ വന്യജീവി സഹവർത്തിത്വമാണ് ആവശ്യമെന്ന് മറുവിഭാഗം അഭിപ്രായപ്പെടുന്നു. കൃത്യമായ പഠനവും ആസൂത്രണവും ഈ വിഷയത്തിൽ നടക്കുന്നില്ല എന്ന വസ്തുത മറന്നുകൂടാ. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാതെയുള്ള വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ അലോസരമുണ്ടാകാതെയുള്ള എന്ത് പരിഹാരമാണ് കാണാനാവുക? ഗുരുതരമായ പ്രശ്നത്തെ നേരിടാൻ ഗൗരവത്തോടെയുള്ള സമീപനം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. പഠനങ്ങളും റിപ്പോർട്ടുകളുമൊക്കെ വർഷാവർഷം പുറത്തു വരുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം മാത്രം അകലെയാകുന്ന അവസ്ഥയ്ക്കാണ് മാറ്റം വരേണ്ടത്. ആരോപണ പ്രത്യാരോപണ വാഗ്വാദങ്ങൾക്കപ്പുറം ക്രിയാത്മകമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ചർച്ചകൾ ഉയരേണ്ടത്. വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറി കൃഷി വ്യാപിപ്പിക്കുന്നതും കാർഷിക വിളകളിൽ വന്ന മാറ്റവും മനുഷ്യ വന്യജീവി സംഘർഷം കൂടാൻ കാരണമായിട്ടുണ്ട്. പാരമ്പര്യ വിളകളിൽ നിന്ന് മാറി കർഷകർ കരിമ്പ്, വാഴ, റബ്ബർ തുടങ്ങിയവ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ വന്യജീവികൾക്ക് ഇഷ്ടഭക്ഷണം കിട്ടുമെന്ന് മാത്രമല്ല അവയ്ക്ക് ഒളിഞ്ഞു നിൽക്കാൻ മറയുമായി. ഇതോടൊപ്പം അക്കേഷ്യ, യൂക്കാലിപ്റ്റസ്, മാഞ്ചിയം തുടങ്ങിയവയുടെ കൃഷിയും വലിയ തോതിൽ വനനശീകരണത്തിനും തുടർന്ന് വന്യജീവികൾ കാടുവിട്ട് നാട്ടിലേക്ക് കടക്കുന്നതിനും കാരണമായിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ എണ്ണത്തിലെ വർധനവാണ് വന്യജീവി ആക്രമണങ്ങൾ കൂടാൻ കാരണമെന്നും എണ്ണം നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ ആന, കടുവ എന്നിവയുടെ സെൻസസ് മാത്രമാണ് പതിവായി എടുക്കുന്നത്. ഇതുപ്രകാരം കേരളത്തിൽ കാട്ടാനകളുടെ എണ്ണത്തിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2017 5706 കാട്ടാനകൾ ഉണ്ടായിരുന്നത് 2023 ആയപ്പോൾ വെറും 2386 58% കുറവ്. എന്നാൽ കടുവകളുടെ എണ്ണത്തിൽ നേരിയ വർധനയുണ്ട്. 2022 കണക്കെടുപ്പനുസരിച്ച് കേരളത്തിൽ 213 കടുവകളാണുള്ളത്. 2018 ഇത് 190 ആയിരുന്നു. അതേസമയം വയനാട്ടിലെ കടുവകളുടെ എണ്ണത്തിൽ 2018 കുറവുണ്ടായിട്ടുണ്ട്. 2018 125 കടുവകളാണ് ഉണ്ടായിരുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ 43ഉം പറമ്പിക്കുളത്ത് 42ഉം നെയ്യാർ, പേപ്പാറ, ശെന്തുരുണി, തെന്മല, ശംഖിലി, റാന്നി എന്നിവിടങ്ങളിലായി 44 കടുവകളാണുള്ളത്. 2011 കേരളത്തിൽ 48,000-ഓളം കാട്ടുപന്നികൾ ഉണ്ടായിരുന്നുവെന്ന് വനംവകുപ്പിന്റെ വെബ്സൈറ്റിൽ പറയുന്നു. അതിനുശേഷം കണക്കെടുപ്പുണ്ടായിട്ടില്ല. വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം വനങ്ങളിലെ നാടൻ സസ്യങ്ങൾ കുറയുകയും അധിനിവേശ സസ്യങ്ങൾ വ്യാപകമാവുകയും ചെയ്തത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കൃഷിയോ കാർഷിക അനുബന്ധ ജോലികളോ ഉപജീവന മാർഗമാക്കിയിരിക്കുന്ന സാധാരണക്കാരെയാണ് വന്യജീവി ആക്രമണം പ്രധാനമായും ബാധിക്കുന്നത്. മനുഷ്യരും വളർത്തുമൃഗങ്ങളും കൊല്ലപ്പെടുന്നത്, വിളനാശം, സ്വത്തുനാശം എന്നിവയെല്ലാം ഈ ജനതയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. അടച്ചുറപ്പില്ലാത്തതും ചുറ്റുമതിലുകളില്ലാത്തതുമായ വീടുകളിൽ കഴിയുന്ന ദരിദ്ര കുടുംബങ്ങളും സെറ്റിൽമെന്റ് കോളനികളിൽ കഴിയുന്നവരുമെല്ലാമാണ് വന്യമൃഗ ആക്രമണങ്ങളുടെ നേരിട്ടുള്ള ഇരകൾ. കേരളത്തിൽ 725 സെറ്റിൽമെന്റുകളായി 1 ലക്ഷത്തിലധികം ആദിവാസികളും 5 ലക്ഷത്തോളം വരുന്ന അല്ലാത്തവരും വനമേഖലയുടെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്നുണ്ട് എന്ന കണക്കും ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിൽ കഴിയുന്ന ജനതയ്ക്ക് ജീവനും സ്വത്തും മാത്രമല്ല വിഷയമാകുന്നത്. കൃഷിയിടങ്ങളും ഉപജീവനമാർഗവും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന സ്ഥിതി സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ പലരും നേരിടുന്നുണ്ട്. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ ഭയന്ന് രാത്രികൾ കഴിച്ചുകൂട്ടേണ്ടി വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ മാനസിക പ്രയാസം ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. കാടിറങ്ങുന്ന മൃഗങ്ങൾ ഒരു വിഭാഗം മനുഷ്യർക്ക് കാഴ്ചയ്ക്കുള്ള കൗതുകമോ ആവേശമോ ഒക്കെയായി മാറുമ്പോഴും ആഘോഷിക്കപ്പെടുമ്പോഴും ജീവിതവും ജീവനും കയ്യിൽ പിടിച്ച് ഭീതിയോടെ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്നവരെ പൊതുബോധം വേണ്ട രീതിയിൽ പരിഗണിക്കാറില്ല എന്നതാണ് വസ്തുത. ഇതിനൊരു പ്രധാന കാരണം വന്യജീവി സംഘർഷ ബാധിത പ്രദേശങ്ങളിൽ കഴിയുന്നവർ
സമൂഹത്തിന്റെ ഏത് തട്ടിൽ ഉൾപ്പെടുന്നവരാണ് എന്ന പൊതുബോധ വിലയിരുത്തലാണ്. സാമ്പത്തികമായോ സാമൂഹികമായോ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളായാണ് വനാതിർത്തികളിൽ കഴിയുന്ന മനുഷ്യരെ കേരളത്തിന്റെ മുഖ്യധാര പൊതുബോധം വിലയിരുത്താറുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പുനരധിവാസ പദ്ധതിയാണ് ആറളം ഡാം. അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ നടത്തിയ പതിറ്റാണ്ടുകൾ നീണ്ട സമരങ്ങൾക്കൊടുവിലാണ് ഭൂരഹിതരായ ആദിവാസികൾക്കുള്ള ഭൂവിതരണം, പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കി ആറളം ഡാം നിലവിൽ വന്നത്. വനാതിർത്തിയിലുള്ള ഈ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ സർക്കാരിന് സാധിച്ചില്ല. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടം ഉപേക്ഷിച്ചു പോവുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന അവസ്ഥയിൽ കഴിയുന്നത്. ആറളം വന്യജീവി സങ്കേതവും പുനരധിവാസ മേഖലയും തമ്മിലുള്ള അതിർത്തിയിൽ കോൺക്രീറ്റ് മതിൽ പണിയുമെന്ന് 2019 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപടിയായില്ല. വന്യജീവി ആക്രമണത്തിന് പരിഹാരമായി പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച 22 കോടി രൂപ വിനിയോഗിച്ച് ഇവിടെ ആനമതിൽ നിർമ്മിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഈ പദ്ധതിയും എങ്ങും എത്തിയില്ല. വനാതിർത്തിയിൽ കാട്ടാനകളെ തടയാനുള്ള വേലികളെല്ലാം നിലവിൽ ഉപയോഗശൂന്യമാണ്. ഇതിലൂടെയാണ് ആനകൾ നാട്ടിലേക്കിറങ്ങുന്നത്. അതിർത്തിയിൽ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കണമെന്ന കോടതി നിർദ്ദേശവും സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. പ്രാദേശിക ആസൂത്രണത്തിൽ ഊന്നിയുള്ള സമഗ്രമായ പരിഹാര മാർഗങ്ങളാണ് ഈ സാഹചര്യത്തിൽ ആവശ്യം. ഇവ സാങ്കേതികമായി ഭദ്രമായതും പൊതുജന പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തിയുള്ളതുമാകണം. ആവാസ വ്യവസ്ഥയുടെ സ്വാഭാവികതയും വിസ്തൃതിയും വീണ്ടെടുക്കുക, അധിനിവേശ സസ്യങ്ങളെ വനപ്രദേശങ്ങളിൽ പൂർണ്ണമായും ഒഴിവാക്കുക, അതിസംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ മനുഷ്യ ഇടപെടലുകൾ പരമാവധി ഇല്ലാതാക്കുക എന്നിവയൊക്കെ പ്രാവർത്തികമാക്കാവുന്നതാണ്. കാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, വന്യജീവികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കൃഷിവിളകൾ വനാതിർത്തികളിൽ നിന്ന് ഒഴിവാക്കൽ സാധ്യമാണോ എന്ന് പരിശോധിക്കുക, അത്യപൂർവങ്ങളായ സാഹചര്യങ്ങളിൽ പ്രശ്നക്കാരായ ജീവികളെ പിടികൂടി മാറ്റി പാർപ്പിക്കുക എന്നീ മാർഗങ്ങളും അവലംബിക്കാവുന്നതാണ്. വന്യജീവികൾ മൂലം ജീവഹാനിയോ വിളനാശമോ സംഭവിക്കുന്ന സാഹചര്യങ്ങളിലും സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായും ആവശ്യമായ അളവിലും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണം. അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കുക, ദ്രുതകർമ്മസേനയുടെ സേവനം കാലോചിതമായി പരിഷ്കരിക്കുക, സൗരോർജ്ജ വേലികൾ പോലെയുള്ള ഹ്രസ്വകാല പരിഹാര മാർഗങ്ങൾ നടപ്പാക്കുക തുടങ്ങിയവയും അധികൃതർ ഉപേക്ഷ കൂടാതെ ചെയ്യേണ്ടതാണ്. പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ പരിഹാര മാർഗങ്ങളെ എങ്ങനെ നടപ്പിലാക്കാനാവുമെന്ന് ജനങ്ങളെയും വിഷയവിദഗ്ധരെയും ജനപ്രതിനിധികളെയും ഒപ്പം കൂട്ടി ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാർ മാത്രമല്ല, തദ്ദേശ ഭരണ സംവിധാനങ്ങളും ഈ കാര്യത്തിൽ അലംഭാവം കൂടാതെ പ്രവർത്തിച്ചാൽ മാത്രമേ പരിഹാര മാർഗങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാനാവൂ.